ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടം ഏത്? ആൻസർ മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ബോംബൈ ഹൈ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. മുംബൈ തീരത്തു നിന്ന് ഏകദേശം 160 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഓഫ് ഷോർ എണ്ണപ്പാടമാണിത്. 1976 മെയ് 21 ഇവിടെ എണ്ണഖനനം തുടങ്ങിയത്. മുംബൈ ഹൈ നോർത്ത്, മുംബൈ ഹൈ സൗത്ത് എന്നീ 2 ബ്ലോക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയും റഷ്യയും ചേർന്ന് 1974 കാംബൈ ഉൾക്കടലിൽ നടത്തിയ പഠനങ്ങളെ തുടർന്നാണ് ഇവിടെ എണ്ണഖനന സമ്പത്ത് കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അസമിലെ ദിഗ്ബോയ്. 1901 ദിഗ്ബോയിൽ ഏഷ്യയിൽ തന്നെ ആദ്യ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലാണ് ഇവിടെ എണ്ണ നിക്ഷേപണം കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ നന്ദിയോട്. 2024-25 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആര്? ആൻസർ ബംഗാൾ. ഹൈദരാബാദ് വേദിയായ സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ചാണ് ബംഗാൾ ജേതാക്കളായത്. ഇഞ്ചുറി ടൈമിൽ റോബി ഹൻസ്ദയാണ് ബംഗാളിന്റെ വിജയ ഗോൾ നേടിയത്. പശ്ചിമ ബംഗാളിന്റെ 33ാമത് കിരീട നേട്ടമാണിത്. കേരളം 7 തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുണ്ട്. ആകെ 38 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. വനിതകളിലെ അർബുദ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത്? ആൻസർ ആരോഗ്യ ആനന്ദം. ലോക അർബുദ ദിന ക്യാമ്പയിൻ പ്രമേയങ്ങൾ: 2019-21 ഐ ആം ആൻഡ് ഐ വിൽ, 2022-24 ക്ലോസ് ദി ഗെയർ ഗ്യാപ്പ്, 2025-27 യുണൈറ്റഡ് ബൈ യുണീക്ക്. ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവരിൽ 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ആൻസർ ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. സാഹിത്യ സൃഷ്ടികളിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന ഈ സാഹിത്യ പുരസ്കാരം JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബി ഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഫാലി എസ് നരിമാൻ. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായിരുന്നു ഫാലി എസ് നരിമാൻ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മ്യാൻമാറിലെ യാങ്കൂണിൽ 1929 ജനുവരി 10-നായിരുന്നു ഫാലി എസ് നരിമാന്റെ ജനനം.